ഒരു ചുഴി ഉദാഹരണമായിട്ട് എടുക്കാം. അതൊരു ഒരു ഒരു സമുദ്രത്തിൽ രൂപപ്പെടുന്ന ഒരു ചുഴി, അല്ലെങ്കിൽ ഒരു പുഴയിലുള്ള ഒരു ചുഴി. അതിങ്ങനെ റൗണ്ട് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ, അതിന് ചുറ്റിനുള്ള സാധനങ്ങളെല്ലാം കറങ്ങി 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 ഇറങ്ങി ഒന്ന് അവസാനം ഈ ചുഴിയിലേക്ക് പോകുന്ന ഒരു ചിത്രം. അതുപോലെ ലോകം മുഴുവൻ മുസ്ലിങ്ങളും ഇതിൻ്റെ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി അവസാനം അവർ എത്തിപ്പെടുന്നത് ഈ വിശുദ്ധ കഅബാലയത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ലോകത്തിലെ എല്ലാ ആളുകളുടെയും, മുസ്ലിങ്ങളായ ഒരു മനുഷ്യൻ്റെയും മനസ്സ് ആകർഷിക്കപ്പെടുകയും അവരുടെ തേട്ടവും ശരിക്ക് ഈ മക്കയാണ്. അപ്പോൾ മക്കയിൽ ഒരാൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ മക്ക, കഅബ, അതിൻ്റെ പരിസരം അവൻക്കതൊരു ആസ്വാദന കേന്ദ്രമായി മാറണം. നമ്മൾ ജീവനുള്ള ഇസ്ലാമിനെ തിരിച്ചറിയാൻ പറ്റിയ ഇപ്പോൾ നിലവിലുള്ള മക്കയിലുള്ള സാഹചര്യവും പരിസരവും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതായത് ജീവനുള്ള ഇസ്ലാം. നമ്മൾ ഐതിഹ്യങ്ങളിൽ നിന്ന് 10,000 കൊല്ലം അങ്ങനെയാവാം, 20,000 കൊല്ലം ഇങ്ങനെയാവുന്ന നമ്മൾ പല പുസ്തകങ്ങളിൽ നിന്നും പലതും വായിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആ ചരിത്രം ജീവിക്കാൻ, അവിടെ ഉറങ്ങല്ല, ഉറങ്ങല്ല, അത് ജീവനാണ്. പക്ഷെ ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവൻ മക്കയിൽ വരുമ്പോൾ അവൻ്റെ വിശ്വാസവും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതിൻ്റെ കാതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം മക്കത്തുണ്ട്.